ഗൈസ്, ഇപ്പോൾ ടി വിയോ ന്യൂസോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കാണാൻ വയ്യ, അതാണ് സത്യം. സങ്കടകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോരുത്തരുടെ ശരീരഭാഗങ്ങളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം നമ്മുടെ വയനാട് ഒറ്റ രാത്രി കൊണ്ട് 180ഓളം ജനങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തിൽ നിന്നും 12, 10 ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. ഓരോ കുടുംബങ്ങൾ തന്നെ നശിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ സംഭവത്തിന് ശേഷം രക്ഷപ്പെടുത്തതിന് കാണാൻ സാധിച്ചത് ഓരോ ശരീരഭാഗങ്ങളായിട്ട് കിടക്കുവാണ്. ആരുടേതെന്നൊന്നും ഒന്നും അറിയാൻ പറ്റാതെ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറേ പേരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരൊന്നും ഇല്ല. എൻ്റെ മോൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, അച്ഛൻ കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല, കൂടപ്പിറപ്പ് കൂടെയില്ല, അങ്ങനെ സങ്കടങ്ങൾ പറയുകയാണ്. ആ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരെ മാക്സിമം എങ്ങനെയെന്ന് വെച്ചാൽ സഹായിക്കുക. ഫേക്കായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. എത്തേണ്ടവരുടെ കയ്യിൽ തന്നെ എത്തേണ്ടത് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ സിറ്റുവേഷനും അത്ര ശരിയൊന്നുമല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. 2 നമ്പേഴ്സാണ്, ഞാനത് താഴെ കൊടുത്തേക്കാം. 2 നമ്പറാണ്. നമുക്ക് എല്ലാവരുടെ ഫോണിലും സേവ് ചെയ്ത് വെച്ചേക്കാനാണ് പറയുന്നത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വയ്ക്കുക. ഇതുപോലൊരു അപകടം ഇവിടെയും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നമ്മുടെ ഇവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിരിക്കുക. ബൈ.